പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീ ആരുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് ചാട്ടവാറടിക്കുന്ന മനുഷ്യന്റെ മുഖത്തിന് സാത്താൻ്റെ മുഖത്തോട് സാദൃശ്യം. എന്നാൽ ഉത്തരം പറയുന്നവൻ്റെ മുഖത്തിന് വലിയ ശാന്തത. ജീസസ്, അവൻ ഉത്തരം അതേ ഉള്ളൂ. ചോദ്യം അതാണ്, നീ ആരുടെ സ്വന്തമാണ്? ടു ഹും ഡു യു ബിലോങ്? അതാണ് ചോദ്യം. നീ ആരുടെയാണ് സ്വന്തം? നീ ആരുടെ സ്വന്തമാണ്? ടു ഹും ഡു യു ബിലോങ്? അയാൾ വളരെ ശാന്തമായി നിന്ന് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും പറയുന്ന ഒറ്റ വാക്ക്, ഒരേ നാമം, ജീസസ്. ഈശോയുടെ സ്വന്തമാണ് ഞാൻ, ഈശോയുടെ സ്വന്തമാണ്. 2014 ഇറങ്ങിയ ദ പെർസിക്യൂട്ടഡ് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ജോൺ ലൂതർ എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രഘോഷകൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു കഥയാണ്. വലിയ വലിയ ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നു. എല്ലായിടത്തും അദ്ദേഹം പറയുന്ന ഒറ്റ വാക്യമുള്ളൂ, ടു ഹും ഡു യു ബിലോങ്? എവിടെയാണ് നീ ആരുടെ സ്വന്തമാണ്? ചോദിക്കുന്നവരോടൊക്കെ ഒറ്റ ഉത്തരം, ജീസസ്. ഞാൻ ക്രിസ്തുവിന് സ്വന്തമാണ്, ഞാൻ ഈശോയുടെ സ്വന്തമാണ്, ഞാൻ എൻ്റെ ഈശോയുടേതാണ്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. സാക്ഷ്യം നൽകാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തല. വചനത്തിൽ മുഴുവൻ ഇങ്ങനെ കർത്താവിന് വേണ്ടിയിട്ട് സാക്ഷ്യം കൊടുക്കുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് സുവിശേഷത്തിൻ്റെ ആദ്യ പാദങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു സുവിശേഷത്തിലെ സ്നാപക യോഹന്നാനാണെങ്കിൽ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ എന്ന് പറഞ്ഞ് ഒരു തച്ചപ്പണിക്കാരനെ നോക്കി മനുഷ്യരുടെ മുഴുവൻ മുൻപിൽ വെച്ച് കർത്താവിന് സാക്ഷ്യം നൽകുന്ന ദൈവപുത്രനായ കർത്താവിന് സാക്ഷ്യം നൽകുന്ന സ്നാപക യോഹന്നാനെ നമ്മൾ കാണും. എല്ലാ മനുഷ്യരുടെയും മുൻപിൽ വെച്ച് ഒരു സംശയവും ഇല്ലാതെ പറയാണ്. മറ്റൊരു സുവിശേഷത്തിൽ വിശുദ്ധ മർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞിട്ടാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. അവൻ ദൈവമാണ്, ദൈവപുത്രനാണ്. കർത്താവിന് ഇങ്ങനെ നിർഭയം സാക്ഷ്യം നൽകാനായി അന്നത്തെ കാലത്ത് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷമാണ്. അതായത് പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരെ ബലപ്പെടുത്താനായി എതിരാളികളുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ എഴുതിയിട്ട് കൊടുക്കുന്ന ആദ്യത്തെ വാക്കാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. മറ്റൊരു സുവിശേഷത്തിൽ നമ്മൾ മാലാഖമാരെ കാണും. സ്വർഗത്തിൻ്റെ സാക്ഷിയാണ്, ഇതാ നിങ്ങൾക്കായി സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ഇന്ന് പിറന്നിരിക്കുന്നു. വലിയ സാക്ഷിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സുവിശേഷകന്മാരും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കർത്താവിന് സാക്ഷ്യം കൊടുക്കുന്നവരായിട്ട്. അതായത് സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോരുത്തരും, ശിമയോൻ ആ ഒരു കുഞ്ഞിനെ എടുത്തിട്ടാണ് കൈകളിൽ ഉയർത്തിയെടുത്തിട്ടാണ് പറയണത്, ഇതാ സകല ജനത്തിനും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയച്ചേക്കാം. ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴും അവർ കർത്താവിനെ കണ്ട് അവന് സാക്ഷിയായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കാണും. സമരിയാക്കാരി സ്ത്രീയാണെങ്കിലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയവരാണെങ്കിലും, ദാവീദിൻ്റെ പുത്ര പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണം എന്നുള്ള വലിയ സാക്ഷിയാണ്. കർത്താവ് ഒരു രോഗസൗഖ്യം പ്രാപിച്ചൊരു മനുഷ്യനോട് പറയും, ഇതൊന്നും ആരോടും പറയരുത്. പക്ഷെ പിന്നത്തെ വചനം നമ്മൾ ആ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത്, അവൻ പോയി കർത്താവിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഈശോയ്ക്ക് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ പറ്റാതെയായിപ്പോയി. അത്രയ്ക്ക് തീക്ഷ്ണതയോടുകൂടെ കർത്താവിന് സാക്ഷ്യം നൽകുന്ന മനുഷ്യരെ വരെ നമ്മൾ കാണും. നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു, പത്രോസ്ലിഹയുടെ വിളിച്ചു പറയലാണ്. മർത്തയും അത് തന്നെ ഇടയ്ക്ക് വെച്ച് കർത്താവിനോട് വിളിച്ചു പറയണത് കാണാനായിട്ട് പറ്റും. ഈവൻ പിശാചുക്കൾ പോലും കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്നൊരു കാഴ്ചയുണ്ട്. അത് അവരുടെ സാക്ഷ്യം ശരിയായിട്ടുള്ള ബോധ്യത്തോടും ഒരു തിരിച്ചറിവോടും കൂടെ അല്ലെങ്കിൽ കൂടെ സാക്ഷിയാണ് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സുവിശേഷം ഇങ്ങനെ പുരോഗമിക്കും തോറും അവസാനത്തിലെത്തുമ്പോൾ കുരിശിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നോക്കി, നിസ്സഹായനായി പിടയുന്ന മനുഷ്യനെ നോക്കി ഒരാൾ പറയും, ഒരു ഫേവർ ചോദിക്കും, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ. മരിച്ചുപോയ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു കുറ്റവാളിയെ നോക്കി ഒരു ശതാധിപൻ വിളിച്ചു പറയും, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു.
അതിനുശേഷം പിന്നീട് ഈ കർത്താവിന് വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേറ്റവനെ കണ്ടവർ നടത്തുന്ന സാക്ഷ്യത്തിൻ്റെ ജീവിത കഥകൾ നമ്മൾ സുവിശേഷം മുഴുവൻ വായിച്ചു കേൾക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച ഇവിടെ എത്തുമ്പോൾ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും, ആരംഭം മുതലേ നിങ്ങൾ എന്നോട് കൂടെ ഉള്ളതിനാൽ നിങ്ങളും എനിക്ക് സാക്ഷ്യം നൽകും. ജനിച്ചപ്പോൾ മുതൽ കർത്താവിൻ്റെ കൂടെ അല്ലേ? എന്നിട്ട് സാക്ഷ്യം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാവാതിരിക്കാനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും, നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അതൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ പീഡനങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിനെതിരായി നിൽക്കാനായി അന്നത്തെ കാലത്തും ആദ്യകാലത്തും ഏതൊരു കാലത്തും അവരുപയോഗിച്ചിരുന്ന തന്ത്രം അത് തന്നെയായിരുന്നു. അവരെ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ ആളുകളെ കൊന്നുകളയുക, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെ കൊന്നുകളയുക. ആ സമയത്തും അവര് സാക്ഷ്യം നൽകിക്കൊണ്ടിരുന്നത് ആ ഒരൊറ്റ നാമത്തിന് വേണ്ടിയായിരുന്നു. ടു ഹൂം ഡു യു ബിലോങ്? നീ ആർക്ക് സ്വന്തമാണ്? ഞാൻ എൻ്റെ ക്രിസ്തുവിന് സ്വന്തമാണ്. ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് ഞാൻ. കർത്താവെ, സാക്ഷികളാകാനായി മറന്നുപോയ ഞങ്ങളുടെ ജീവിതങ്ങളെ ഓർക്കാം. ഇത്ര കാലം ജീവിച്ചിട്ടും ഒരാളുടെ മുൻപിൽ പോലും ധൈര്യത്തോടുകൂടെ ഈ നാമം വിളിച്ചു പറയാനായിട്ട് പറ്റിയില്ലല്ലോ എന്നോർത്ത് നമുക്കൊന്ന് തലകുനിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇത്രപ്പെടുത്തി വളരെ ചുരുക്കം പേരെ പറഞ്ഞോളൂ. സുവിശേഷങ്ങളിൽ കർത്താവിന് സാക്ഷിയായി മാറുന്ന വളരെ ചുരുക്കം പേര്. ആദിമസഭ മുഴുവൻ ഇങ്ങനെ കർത്താവിൻ്റെ സാക്ഷികളായി മരണത്തിലേക്കുള്ള വരിയിൽ നിരന്നു നിൽക്കുന്നത് കാണണം. ഒറ്റ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, ഒറ്റ നാമം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ, ഒരേ ഒരാളുടെ സ്വന്തമാണെന്ന് ബോധ്യത്തോടുകൂടെ അവരോട് ഉദ്ഘോഷിച്ചതിൻ്റെ പേരിൽ. എന്നിട്ട് നമ്മൾ മിണ്ടാതിരിക്കുക. അധരം കൊണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനി എന്നൊക്കെ നമ്മൾ ധ്യാനിച്ചതാണ്. വെറുതെ ഉള്ളിൽ ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന പോരെന്നാ പറയണേ. സാക്ഷിയാവാനാ വിളി, കാണിയാവാനല്ല. ഗോപിയച്ചൻ്റെ ഒരു പുസ്തകത്തിൽ അത് വായിച്ച്, വെറുതെ കാണികളായിട്ട് ജീവിക്കാനല്ല നമ്മുടെ നിയോഗം, സാക്ഷ്യം നൽകാനാണ്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുന്ന കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തൽ, ആഗ്രഹം, നമുക്ക് തന്നിരിക്കുന്ന നിയോഗം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ. ഈ ബെനഡിക്റ്റ് 16 പാപ്പ സഭയെ നയിച്ചിരുന്ന കാലത്താണ് നവസുവിശേഷവൽക്കരണം വന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, നിങ്ങൾ അതിർത്തികളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ വീടകങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കാനായിരുന്നു. എൻ്റെ അപ്പൻ്റെ മുമ്പിൽ, എൻ്റെ അമ്മയുടെ മുൻപിൽ കർത്താവിന് സാക്ഷിയായി നിൽക്കാൻ. ചില ജീസസ് യൂത്തിലെ പിള്ളേരെ കണ്ടിട്ടുണ്ട്, അവരുടെ പ്രാർത്ഥന കണ്ടിട്ട് അപ്പനും അമ്മയ്ക്ക് വഴക്ക് പറയുന്ന സ്ഥിതി വരെ. അവരെപ്പോഴും നിൽക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ അവർ പലതും ചെയ്തു നോക്കിയിട്ടും ആ കർത്താവിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഈശോയുടെ സാക്ഷിയായി ജീവിക്കുന്ന മക്കളുടെ മുൻപിൽ ഇങ്ങനെ മാതാപിതാക്കൾ സാക്ഷ്യം നൽകുന്ന എത്രയോ കുടുംബങ്ങൾ. അവരൊക്കെ ഒരു നേരം പള്ളിയിൽ പോവാത്ത മക്കള്, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്ത മക്കൾ, അവരുടെ മുൻപിൽ ഒരു നേരം തെറ്റാതെ ഈശോയുടെ പരിശുദ്ധ ബലിക്കായിട്ട് പോവുകയും കൃത്യസമയത്ത് ജപമാല അർപ്പിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ. കാലം കഴിയുമ്പോൾ ഈ അപ്പനും അമ്മയും കുത്തിയിരുന്നിടത്ത് ഈ മക്കൾ വന്നിരിക്കുന്നതിൻ്റെ കാരണം അവർ സാക്ഷ്യം നൽകി അവരുടെ മുൻപിൽ ജീവിച്ചിരുന്നത് കൊണ്ടാണ്. വീടകങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ ക്രിസ്തു എന്നുള്ള വാക്ക് പറയാൻ, അവന് സാക്ഷിയായി, അവൻ്റെ സ്നേഹിതരായി, അവനോട് കൂടെ ഇരിക്കുന്നവരായി ജീവിക്കാൻ ഒക്കെയുള്ളൊരു നിയോഗം, അത് കുടുംബത്തിലും കൂടെയുള്ളവരോടും ഈ ലോകത്തിൽ മുഴുവൻ കർത്താവേ ബലം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ സ്വർഗത്തിൻ്റെ കരുത്തിനു വേണ്ടി നമുക്ക് ആശീർവാദം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹും ഡു യു ബിലോങ്? ജീസസ്, ഞാൻ എൻ്റെ ക്രിസ്തുവിന് സ്വന്തമാണെന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഒരു ബോധ്യത്തോടു കൂടെ വേണം ഇന്ന് ഉറക്കത്തിലേക്ക് പോകാൻ. നാളെ മുതൽ നേരം വെളുക്കുന്ന സമയം മുതൽ എൻ്റെ നാവിൽ ഈശോ എന്നുള്ള നാമം മാത്രം. എൻ്റെ
നെറ്റിയിൽ ഇങ്ങനെ ക്രിസ്തുവെന്ന് എഴുതി പതിപ്പിച്ചിട്ടുള്ളത് കണക്ക് മനുഷ്യർക്ക് തോന്നി തുടങ്ങുന്ന ഒരു ജീവിതം. ഹൃദയത്തിനുള്ളിൽ ക്രിസ്തുവെന്നുള്ള മായാത്ത മുദ്ര പതിപ്പിച്ചുകൊണ്ടുള്ളൊരു മുന്നോട്ട് പോക്ക്. സ്വപ്നമല്ല, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കിടക്കയിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,